നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഹായ് ദർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് 2 ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് ആ ടെസ്റ്റുകളുടെ റിസൾട്ട് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. അതായത് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് IQ മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ എഴുതാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ്, മാത്സിനുള്ള കഴിവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ്. പല കുട്ടികൾക്കും IQ ലെവൽ നോർമലോ അതിൽ കൂടുതലായിട്ടോ കാണപ്പെടാറുണ്ട്. പക്ഷെ അവർക്ക് പ്രശ്നം വരുന്നത് വായിക്കാനും എഴുതാനും അതേപോലെ മാത്സിനും ഒക്കെ ആയിരിക്കും. ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇമോഷണൽ പ്രോബ്ലംസ്, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ തുടങ്ങിയ കംപ്ലൈന്റ്സ് ഒക്കെ ആയിട്ട് ക്ലിനിക്കിൽ ഇവരെ കൊണ്ട് വരുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ലേണിംഗ് ഡിസബിലിറ്റീസ് ആണെന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ തിരിച്ചറിയുക എന്നുള്ളതും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്.